ചെന്നൈ പാർക്ക് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ ശ്രീ അജയ് സിംഗിന്റെ ദ്രുതഗതിയിലുള്ള നടപടിയിലൂടെ രക്ഷിക്കാനായത് ചലിക്കുന്ന EMU ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വീണ വയോധികന്റെ ജീവൻ. വയോധികൻ ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തി. പിക് പോക്കറ്റ് കളവുകൾ ക്രമാതീതമായ ഉയർന്ന സാഹചര്യത്തിൽ സേലം RPF ഇൻസ്പെക്ടർ ശ്രീ സുമിത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം നിയോഗിക്കപ്പെട്ടു. തുടർന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചുള്ള സൂക്ഷ്മമായ അന്വേഷണത്തിൽ തമിഴ്നാടിന്റെ വിവിധ നഗരങ്ങളിലായി നടത്തിയ കളവുകളിലെ 20 ലക്ഷം വിലപിടിപ്പുള്ള 60 മൊബൈൽ ഫോണുകളാണ് 4 പേരടങ്ങുന്ന സംഘത്തിൽ നിന്നും കണ്ടെത്തിയത്. സേലം റെയിൽവേ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ ഗോകുൽ യാദവ്, കോൺസ്റ്റബിൾ ശ്രീ സെന്തിൽകുമാറും സംശയാസ്പദമായ സാഹചര്യത്തിൽ 2 പേരെ കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാത്ത നിലയിൽ 1 കോടി രൂപ വില മതിപ്പുള്ള 67 കിലോഗ്രാം വെള്ളി ആഭരണങ്ങളും കണ്ടെടുത്തു. വിളുപ്പുറം സ്റ്റേഷനിൽ RPF അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീ P നാഗരാജന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഒരു യാത്രക്കാരന്റെ പക്കൽ സാധുവായ രേഖകൾ ഇല്ലാത്ത നിലയിൽ 65 ലക്ഷം വിലപിടിപ്പുള്ള 700 ഗ്രാം സ്വർണം കണ്ടെത്തി. ഇരുങ്കൂർ, പീലമേട് സ്റ്റേഷനുകൾക്ക് നടുവിൽ റെയിൽവേ പാളത്തിൽ വുഡൻ പീസ് വെച്ച് ട്രെയിൻ അട്ടിമറിക്ക് ശ്രമിച്ച സംഭവത്തിനെ തുടർന്ന് കോയമ്പത്തൂർ സ്റ്റേഷൻ RPF ദ്രുതഗതിയിൽ അന്വേഷണം ആരംഭിക്കുകയും തൽഫലമായി 6 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.